വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനം തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. തികഞ്ഞ ആത്മാർത്ഥതയോടെ ജനങ്ങളെ സേവിക്കുന്ന യഥാർത്ഥ ജനനേതാവ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി യേശു പ്രവർത്തനനിരതമായിരുന്ന കാലമായിരുന്നത്. ജനങ്ങളുടെ വ്യാധികളും വിഷമങ്ങളും കണ്ടറിഞ്ഞ് അവയെ പരിഹരിക്കുന്നതിനും യേശു ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യേശു എവിടേക്ക് പോയാലും വലിയൊരു ജനക്കൂട്ടം യേശുവിനെ അനുധാവനം ചെയ്തിരുന്നതായിട്ട് നാം കാണുന്നു. ഗാലിലി കടലിന്റെ മറുകരയ്ക്ക് ഗനാസറത്ത് എന്ന പേരാണ് ജനങ്ങൾ സാധാരണ നൽകിയിരുന്നത്. ഗനാസറത്ത് കടലിന്റെ ആ ഭാഗം ചെറുകുന്നുകളും മലയിടുക്കുകളും കൊണ്ട് നിബിഡമായിരുന്ന ഒരു പ്രദേശമായിരുന്നു. യേശു ശിഷ്യന്മാരോടൊപ്പം കുറെ ജനങ്ങളോടുമായിട്ട് തക്കതായിട്ടുള്ള ബോട്ടുകളിൽ കയറി ഗാലിലി തടാകത്തിന്റെ മറുകരയിലേക്ക് ഗനാസറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. യേശു അവിടെ വന്നിട്ടുണ്ട് എന്ന് കേട്ടറിഞ്ഞ് തന്നെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. യേശു ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് യേശു മുന്നിലേക്ക് നോക്കിയപ്പോൾ മലയുടെ താഴ്വാരത്തിൽ നിന്ന് അനേകം ആളുകൾ യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഒഴുകിയെത്തുന്നതായിട്ട് യേശുവിന് കാണാൻ സാധിച്ചു. ഇങ്ങനെ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ യേശുവിനെ ഉള്ളിൽ ഒരു കുസൃതി എന്ന് പറയാവുന്ന ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. തന്റെ ശിഷ്യന്മാരെ ഒന്ന് പരീക്ഷിക്കണം, അവരുടെ മനസ്സിലുള്ള ഇരിപ്പ്, അവരുടെ പ്രവർത്തനക്ഷമത, അവരുടെ ചിന്താരീതി ഒക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് സുവിശേഷകൻ പ്രത്യേകം നമ്മോട് പറയുന്നു. ഫിലിപ്പോസിനോട് യേശു ചോദിക്കുന്നു, ദാ വരുന്ന ഈ ജനാവലിക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യുക?
ഫിലിപ്പോസ് വസ്തുനിഷ്ഠമായ രീതിയിലൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം. ഫിലിപ്പോസ് ജനങ്ങളുടെ എണ്ണം ഏതാണ്ടൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുന്നു, 200 ദേനാറ മുടക്കിയാലും ഇവർക്കൊക്കെ ഭക്ഷണം എത്തിക്കാൻ വിഷമമാണ്. 200 ദേനാറ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അക്കാലത്ത് ഒരു പുരുഷന്റെ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദേനാറ എന്ന് ഓർക്കണം. അപ്പൊ വലിയൊരു സംഖ്യയാണ് 200 ദേനാറ. അത്ര വലിയൊരു സംഖ്യ മുടക്കിയാൽ തന്നെ ഇവർക്ക് നിസ്സാരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പോലും തികയില്ല എന്നുള്ളതായിരുന്നു ഫിലിപ്പോസിന്റെ അഭിപ്രായം. ആ അവസരത്തിൽ മറ്റൊരു ശിഷ്യൻ അന്ത്രയോസ് ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി പരിശോധിച്ചു നോക്കുമ്പോ 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു ബാലനെ കണ്ടെത്തുന്നു. ആ കാര്യം യേശുവിന്റെ അടുക്കൽ അറിയിക്കുന്നു. പക്ഷെ പൊതുവെയുള്ള അഭിപ്രായം, ഇത്രയും വലിയ ജനാവലിക്ക് ഈ 5 ബാർലിയപ്പം കൊണ്ടും 2 മീനും കൊണ്ടും എന്താകാനാണ്? ഈ അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് വ്യക്തമായ ധാരണ അതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അത് ആരോടും പറയാതെ യേശു അവരോട് പറയുന്നു, ആ 5 അപ്പവും 2 മീനുമുള്ള ബാലനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. അന്ത്രയോസ് ആയിരിക്കണം അതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ആ ബാലന്റെ കയ്യിൽ നിന്ന് ആ 5 അപ്പവും 2 മീനും യേശു ഏറ്റുവാങ്ങുന്നു. അത് കൈകളേന്തി തന്റെ പിതാവുമായിട്ട് ബന്ധപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ ആ അപ്പത്തെയും മീനിനെയും ആശീർവദിക്കുന്നു. അത്ഭുതമേ എന്ന് പറയാൻ, ആ അപ്പം വർദ്ധിക്കുന്നു, മീനും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, തഴച്ചു വളരുന്ന പുൽത്തകിടുകളിൽ ജനങ്ങളെ പന്തിയായിട്ട് ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർദ്ധിപ്പിക്കപ്പെട്ട അപ്പവും മീനും ശിഷ്യന്മാരെ ഏൽപ്പിച്ച് അവർക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. ശിഷ്യന്മാർ അവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്നു. അവരും ഭക്ഷിക്കുന്നു. ബാക്കി വന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നശിച്ചു പോകാൻ യേശു അനുവദിക്കുന്നില്ല. ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, അവയെല്ലാം ശേഖരിക്കുക. അങ്ങനെ ശേഖരിച്ചപ്പോൾ 12 വലിയ കുട്ട നിറയെ അപ്പവും ഏതാണ്ട് അത്ര തന്നെ മത്സ്യവും ശേഖരിക്കപ്പെട്ടു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. വെറും ചെറിയ 5 ബാർലി അപ്പം ഏകദേശം 10,000-15,000 പേര് ഭക്ഷിച്ചതിന് ശേഷം ശേഖരിക്കപ്പെട്ട അപ്പം ആണ് 12 വലിയ കുട്ട നിറയെ മീനും. അതിനോടനുബന്ധിച്ച് യേശുവിന്റെ പ്രവർത്തനങ്ങള്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങള് സമൃദ്ധിയിലേക്കുള്ള സൂചനകൾ നൽകുന്നത് പോലെ തന്നെ ആ സമൃദ്ധി ഒരു തരത്തിലും ദൂരത്തിന്റെ രീതിയിലേക്ക് നീങ്ങരുത് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ഉപയോഗശൂന്യമാകാൻ യേശു അവ അനുവദിക്കുന്നില്ല. അവയെല്ലാം ശേഖരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിന്റെ സൂചന അതല്ലാതെ മറ്റൊന്നാകാൻ ഇടവരുമോ? അത് വീണ്ടും പലതരത്തിൽ ഉപയോഗപ്രദമാക്കാനുള്ള ചിന്ത യേശുവിൽ സജീവമായി കാണും. തന്റെ സഭയുടെ ശുശ്രൂഷകന്മാർ അനുവർത്തിക്കേണ്ട യാഥാർത്ഥ്യം യേശു ഇതായിരിക്കണമെന്നുള്ള സൂചന അവിടെ നൽകുന്നതായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. സുവിശേഷകനായിട്ടുള്ള യോഹന്നാൻ പ്രത്യേകം പറഞ്ഞു തരികയാണ്, 5000-ലധികം പുരുഷന്മാര് തന്നെ ആ സംഭവത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. തീർച്ചയായിട്ടും കുറെ കുട്ടികളും ഉണ്ടായി കാണണം. കാരണം ഒരു കുട്ടിയുടെ കൈവശം തന്നെയാണ് ഈ 5 അപ്പം ഉണ്ടായിരുന്നത്. അവരുടെ അമ്മമാരും ഉണ്ടാകും. അങ്ങനെ കൂട്ടുമ്പോൾ വലിയൊരു ജനാവലിയാണ് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. അവര് വളരെ സംതൃപ്തിയോടുകൂടെ മിഷ്ടാംഗമായിട്ട് ഉള്ള ഒരു ഭോജനമായിട്ട് അവർക്ക് ഒരു വലിയ സദ്യയായിട്ടാണ് അവരത് ആസ്വദിക്കുന്നത്. അങ്ങനെ ആസ്വാദനം കഴിഞ്ഞ ഉടനെ തന്നെ ജനങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടെ യേശുവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, സാക്ഷാൽ ഞങ്ങളുടെ രക്ഷകൻ നീ തന്നെയാണ്. അപ്പോഴേക്കും ആ ജനങ്ങളിൽ നിന്ന് ഒരു ആശയം ഉൾത്തിരിയുന്നു, യേശുവിനെ നമ്മുടെ രാജാവാക്കണം. ഇങ്ങനെയുള്ള ഒരു ചിന്ത ജനക്കൂട്ടത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്ന് യേശു ഉടനെ മണത്തറിയുന്നു. ഈ തരം പ്രലോഭനങ്ങളിലൊന്നും അകപ്പെടുന്നവനല്ല യേശു എന്ന് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കത്തക്ക വിധത്തില് ജനങ്ങൾ യേശുവിനെ നിർബന്ധമായിട്ട് പിടിച്ച് രാജാവാക്കാനുള്ള പരിശ്രമത്തിലേക്ക് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്ഭുതകരമായ രീതിയിൽ തന്നെ യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു, മലയുടെ വനാന്തരങ്ങളിലേക്ക് മാറുന്നു എന്നാണ് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത്. ഇതാണ് യേശു. ഒരു സ്ഥാനത്തിനോ ഒരു പ്രത്യേകമായിട്ട് കീർത്തിക്കോ വേണ്ടി ജോലി ചെയ്യുന്നവനല്ല യേശു. തന്റേതായിട്ടുള്ള ദൗത്യം നിർവഹിക്കുക,
തന്റെ പിതാവിന്റെ മക്കൾക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക, അവരെ ദൈവത്തിന്റെ പക്കലേക്ക് എത്തിക്കുക, ഇതാണ് തന്റെ ദൗത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വാർത്ഥചിന്തയില്ലാതെ ജനങ്ങളെ സേവിക്കുന്ന ഒരു ജനനേതാവിനെയാണ് യോഹന്നാൻ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമ്മുടെ മുമ്പിൽ